പ്രൈസ് ദി ലോർഡ്. കൈയടിക്ക ഭയങ്കര മടിയല്ലേ? കൈയുള്ളവർ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. அப்போஸ்தலர் நடபடிகள் 3ஆம் அத்தியாயத்துல உடந்தனை நாம் பார்க்க போறோம். അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ 1ஆம் வசனம் தொடங்கி 1-ാം വാക്യം തുടങ്ങി 10ஆம் வசனம் வரை ஒரு முடந்தனுடைய வாழ்க்கை குறித்து பார்க்க போறோம். 10-ാം വാക്യം വരെ ഒരു മുടന്തന്റെ ജീവിതത്തെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വായിക്കൊണ്ട് വായിച്ചാലോ? ആ വാക്യങ്ങളൊന്നും വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 1 തുടങ്ങി 10 മുതൽ 10 വരെ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥന സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. മതി. പിന്നെ എന്നോട് കൂടെ നിൽക്കണം മോളെ. മോളുടെ പേരെന്തോ? ദിവ്യ. ദിവ്യ. ദിവ്യ നല്ല പേരല്ലേ? ദിവ്യ എന്ന് പറഞ്ഞാൽ മധുരം, ദിവ്യം. ദിവ്യം ഉയർന്നത്, ഉന്നതമാണത്. നല്ല പേര്. പേര് വെച്ചവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്പർ 1 ഫസ്റ്റ് ലൈൻ വായിക്കും മക്കളെ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം ഒരു നാൾ പത്രോസും യോഹന്നാനും പേതുരുവും യോവാനും ദേവ ആലയത്തിക്ക് 9ஆம் மணி நேரத்துக்கு போனாங்க. ഒരു ദിവസം പത്രോസും യോഹന്നാനും 9-ാം മണി നേരം ദേവാലയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ அப்படி வருகிற ஜனங்கள் இருக்காங்களா? ഇപ്പൊ അത്രയും നേരത്തേക്ക് വരുന്ന ആളുകളുണ്ടോ? 10 മണിന് ആരാധന சொன்னால் 10 മണിക്ക് ആരാധനയാണെന്ന് പറഞ്ഞാൽ ആശീർവാദം കൊടുക്കുമ്പോൾ ചിലർ വരുവാங்க. ആശീർവാദ സമയത്തേക്കാണ് ചിലർ വരുന്നത്. ചിലർ 11 മണിക്ക് വരും, ചിലർ 11 മണിക്ക് വരും, 10:30ക്ക് വരുവാங்க, 10:30ക്ക് വരുന്നവരുണ്ട്. இப்படி சில സമയം കൊണ്ട് ചില മനുഷ്യர்கள் வருவார்கள். ഇങ്ങനെ ചില സമയങ്ങളിലാണ് ചില ആളുകൾ വരുന്നത്. ஆனால் വേദത്തെ വാസിத்து രുചിத்து பார்த்தவர்கள் இப்படி செய்யவே மாட்டார்கள். എന്നാൽ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ பேதுருவை போலவும் யோவானை போலவும் அவர்கள் உண்மையாக சரியான தக்க சமயத்தில் ஆலயத்துக்கு கடந்து வருவார்கள் சொல்லி நம்முடைய திருமறை വേദാഗമം മറബ് കൂറുകിன்றது. അതായത് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, പത്രോസും യോഹന്നാനും അവരെ യഥാസമയം തക്ക സമയത്ത് തന്നെ ആരാധന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദേവാലയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നവരാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്ന നല്ല മാതൃകയാണ്. அப்படி வந்ததனால தான் வேத புத்தகத்துல பேதுருவும் யோவானுடைய பேரு வந்திருக்கு. അങ്ങനെ അവർ കൃത്യമായി അത് ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ പേര് വേദപുസ്തകത്തിൽ എഴുതാൻ കാരണം. നമ്മുടെ പേര് എങ്ങനെയാണ്? നമ്മുടെ പേര് എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ വേദപുസ്തകം ഇല്ലെങ്കിലും നമുക്ക് സ്വർഗത്തിൽ കാണും. വേദപുസ്തകത്തിൽ ഏതായാലും നമ്മുടെ പേര് ഇനി വരില്ല, എന്നാൽ സ്വർഗത്തിലെ ആ ദൈവത്തിന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് കാണും. ഹല്ലേലൂയ. 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 എത്ര പേര് സന്തോഷിക്കുന്നു? എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാകട്ടെ. ചേർത്തടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. இந்த പത്രോസും യോഹന്നാനും 9-ാം മണിനേരം 9-ാം മണി നേരം പ്രാർത്ഥന സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചുമന്നുകൊണ്ടുവന്ന് ദേവാലയ ഗോപുരത്തിങ്കൽ, സുന്ദരമെന്ന ഗോപുരത്തിങ്കൽ ഇരുത്തിയതായിട്ട് കാണും. இந்த தேவாலயத்துல இந்த முடனுடைய அம்மா அப்பாவும் எப்பொழுதும் சுமந்து கொண்டு வச்சிட்டு பிச்சை கேட்கலாம் வேலை. അതായത് അവന്റെ അപ്പനും അമ്മയും ഒക്കെ അവനെ ചുമന്നുകൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ട് അവനെ കൊണ്ട് ഭിക്ഷ യാചിപ്പിച്ച് അങ്ങനെ പണം അവർക്ക് ലഭിക്കുന്നതാണ് അവിടെ നടക്കുന്ന പതിവ്. ഇവർക്ക് സ്ഥിരമായിട്ട് இந்த வேலை அவங்களுக்கு கண்டிப்பா இருந்தது. അതായത് അവൻ എന്നും മുടന്തനായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് അവർക്ക് നല്ലത്. അതുകൊണ്ട് സ്ഥിരമായ അവനെ കൊണ്ട് ഒരു വരുമാനം അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അവനക്ക് സുഖമാകണമെന്ന് ചൊല്ലി ഒരു നാളും നനച്ച പാക്കല. അവന് സുഖമാകണമെന്നും അവനൊന്ന് എഴുന്നേറ്റ് നടക്കണമെന്നും അവർ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. കാരണം പിച്ച എടുക്കുന്ന ബുദ്ധി മാറവേ ഇല്ല. അതായത് ഭിക്ഷ എടുക്കുന്ന, ഈ ഭിക്ഷ യാചിക്കുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു ചിന്ത അവരിൽ നിന്ന് മാറിപ്പോകും. பாதிக்கப்பட்டு இருக்கிற தன்னுடைய முடந்தனாகிய அந்த மகனுக்கு ஜெபம் செய்து அல்லது போதகரிடம் சொல்லி விசுவாசம் சொல்லி தேவாலயத்துக்கு தொடர்ந்து வந்து ஜெபித்தால் என் மகனுக்கு சுகம் கிடைக்கும் என்று சொல்லி நினைச்சு கூட பார்க்கல. അതായത്
അവന് വേണ്ടി പ്രാർത്ഥിച്ച്, അവന് വേണ്ടി ഉപവസിച്ച്, അവനോട് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച്, യാചിച്ച്, ആരാധിച്ച് ആ ദൈവത്തിൽ നിന്ന് സൗഖ്യം വാങ്ങി അവനെ എഴുന്നേറ്റ് നടത്തിക്കാമെന്ന് ഒരിക്കൽ പോലും അവര് ഹൃദയത്തിൽ ചിന്തിച്ചിട്ടില്ല. நான் நினைக்கிறேன் அவன் முடந்தனுக்கு இந்த காசெல்லாம் பிச்சை எடுத்து எப்பொழுதும் நல்ல மட்டன் சிக்கன் இப்படி இந்த பிரியாணி வாங்கி கொடுத்துருப்பாங்கன்னு நினைக்கிறேன். അതായത് അവനെ കൊണ്ട് ഈ ഭിക്ഷ എടുപ്പിക്കുന്ന പൈസ കൊണ്ട് അവന് നല്ല ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് അവനെ ഇങ്ങനെ സന്തോഷിപ്പിച്ചിരുത്തുന്നുണ്ടാവും. அவன் ஒருவேளை அந்த ஆலயத்துக்கு வரும்போதெல்லாம் இன்னும் நல்ல பிரியாணி வாங்கி கொடுக்கணும் அவன் കുശുമ്പത്തനം പണിയെടുപ്പാൻ. അതായത് ദേവാലയത്തിൽ കൊണ്ട് അവിടെ ഗോപുരത്തെ കൊണ്ട് ഇരുത്തുമ്പോ അവൻ പറയും, എനിക്കിന്ന് കഴിഞ്ഞ ദിവസം കിട്ടിയതിനേക്കാളും അല്പം കൂടെ നല്ല ബിരിയാണി, നല്ല ഭക്ഷണം വാങ്ങിത്തരണം എന്ന് പറഞ്ഞ് വീട്ടുകാരോട് അല്പം വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അവൻ കേട്ടതെല്ലാം വാങ്ങി കൊടുത്താங்க. അവൻ ചോദിച്ചതെല്ലാം അവൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അവൻ കേട്ടതെല്ലാം വാങ്ങി കൊടുക്കലன்னா അവൻ நான் வரமாட்டேன் தேவாலயத்துக்கு. അവൻ അങ്ങനെ ഇവര് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കൊടുത്തില്ലെങ്കിൽ അവൻ പറയാ, ഞാൻ ഭിക്ഷ എടുക്കാൻ ദേവാലയത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞ അവരുടെ വരുമാനം മുടങ്ങിപ്പോ. அதனால அவனுடைய யோசனைப்படி அவனுடைய விருப்பத்தின்படி இந்த தாயும் தகப்பனும் நடந்து கொண்டார்கள். അതായത് അവന്റെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുത്തുകൊണ്ട് എല്ലാ ദിവസവും അവനെ കൊണ്ട് അവിടെ കൊണ്ട് ഭിക്ഷ എടുപ്പിച്ചുകൊണ്ടിരുന്ന അവന്റെ അപ്പനും അമ്മയും. இப்போ இந்த பிச்சை எடுக்கிற இந்த அம்மா அப்பா இந்த முடந்தன 3 பேரும் இந்த தேவாலயத்துல வந்து ஒரு வசூல் பண்ணிட்டு இருந்தாங்க. അതായത് ഇങ്ങനെ ഭിക്ഷ എടുത്തുകൊണ്ട് അവിടെ ഇരുന്ന ആ അപ്പനും അമ്മയും അല്ലെങ്കിൽ ആ മുടന്തരായ മനുഷ്യൻ, അവരിൽ നിന്നും ദേവാലയത്തിന്റെ ആളുകൾ ചെറിയൊരു ഫീസ്, ഒരു ചുങ്കം വാങ്ങുന്നുണ്ടാവും. அப்போ இவங்க வந்து செய்தது யாருகிட்டே விசுவாசிகள்கிட்டயோ அல்லது அங்க உள்ள பாதிக் ஷாபுகிட்டயோ பாஸ்டர்கிட்டயோ என் புள்ள நடக்கணும் നല്ല സുഖമാകണമെന്ന് சொல்லவே இல்லை. അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ആളുകളോടോ അവിടുത്തെ വിശ്വാസികളോടോ അവിടെ വരുന്ന ഭക്തന്മാരോടോ ദൈവമനുഷ്യരോടോ ആരോട് പോലും ഒരിക്കൽ പോലും എന്റെ മകന് സൗഖ്യം കിട്ടണമെന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. അതായത് എന്നും ഭിക്ഷ എടുക്കാനായിരുന്നു, അങ്ങനെ ഒരു വരുമാനം നേടാനായിരുന്നു അവരുടെ ഇല്ല. ദൈവത്തോടൊരു ഭക്തിയില്ല, ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് അറിയില്ല. അതായത് ഞാൻ ദൈവത്തിന്റെ മകനായി തീരണം, ദൈവത്തിൽ നിന്ന് ചില അനുഗ്രഹം പ്രാപിക്കണം ഒരിക്കൽ പോലും അവരുടെ ഹൃദയത്തിൽ തോന്നി. മകൻ നടക്കണം ചൊല്ലി അവർക്ക് എന്ത ഉണർവും ഇല്ല. അതായത് ഈ മകൻ മുടന്തനായിട്ട് തന്നെ ഇരിക്കുന്നതിൽ അവർക്ക് ഒരു വിഷമവും ഇല്ല. இந்த மகன் நல்ல வீட்டை சொல்லி ஜெபம் பண்ணோம்னா இவன் நடப்பான், இந்த மகன் நமக்கு சம்பாதிச்சு போடுவான், அந்த சொரணம் கூட இல்ல. അതായത് ഈ മകൻ ഈ സൗഖ്യമായി അവന്റെ കാലൊക്കെ ശരിയായി അവൻ എഴുന്നേറ്റ് നടന്നാൽ നമുക്ക് നല്ല ജോലിയൊക്കെ ചെയ്ത് പണം സമ്പാദിച്ചു തരും എന്ന ഒരു ചിന്ത പോലും അവരുടെ ഉള്ളിലില്ല. സഭയ്ക്ക് വന്നവങ്ങൾ ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ കളർഫുൾ, അതായത് സഭയിൽ വന്നവരെല്ലാം വളരെ മനോഹരമായി, സന്തോഷമായി, കളർഫുള്ളായി, അലങ്കാരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെ വരുന്നവർ ആളുകളെല്ലാം അത്ര മനോഹരമായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അത് വരുന്നതെല്ലാം യഹൂദന്മാരായ വലിയ പ്രമാണികളായ ആളുകൾ, വലിയ ധനവാന്മാരാ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വന്ന ആളുകൾ இந்த பிச்சை போடுவதில் அவர்களுக்கு ஒரு பெருமை. അതായത് ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ മറ്റുള്ള ഒരു കാങ്ക കൊടുക്കുമ്പം അവർക്കൊരു നല്ല പേരാ. അങ്ങനെ പൈസ എടുത്ത് இப்படி ഉദരി വിട്ടിട്ട് அப்படி കാണിച്ച്, അതായത് കൊടുക്കുന്ന പൈസ അവർക്ക് കൊടുക്കുന്നുണ്ടെന്ന് അറിയാൻ അവരത് നൂർത്ത് പിടിച്ച് കുടഞ്ഞ് 4 പേര് കാണുകയായിരുന്നു ഭിക്ഷ കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ഇത്രയും വലിയൊരു തുകയാണ് ഈ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഈ ഭിക്ഷ എടുക്കുന്ന മനുഷ്യന് കൊടുക്കുന്നത്. എല്ലാ വിശ്വാസികൾക്കും இந்த മുടന്തനായ இந்த മകനുക്ക് ആരും ജപിപ്പதற்கு മനസ്സില്ല. അവിടെ വരുന്ന ഒരു വിശ്വാസികൾക്ക് പോലും യഹൂദന്മാരായ ധാരാളം ആളുകൾ ആ പള്ളിയിൽ വന്നിട്ടും ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ കണ്ടിട്ട് അവന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആർക്കും മനസ്സിലായി. അവനെ കുറിച്ച് എന്ത ഒരു ഭാരവും ഇല്ല. ആർക്കും അവനെ കുറിച്ച് ഒരു പ്രയാസവും തോന്നിയില്ല. അതായത് യഥാർത്ഥമായ ഒരു ദൈവഭക്തിയോ സ്നേഹമോ അവിടെ വന്ന വിശ്വാസികളുടെ ഇടയിൽ ഇല്ലായിരുന്നു എന്ന് വേണം കരുതാൻ. ഗുരു എപ്പടിയോ ശിഷ്യൻ അപ്പടി, ഗുരു എങ്ങനെയാണോ ശിഷ്യനും അങ്ങനെയായി, அரசன் எப்படியோ குடிபடைகள் அப்படி, രാജാവ് എങ്ങനെയാണോ പ്രജകൾ അങ്ങനെയായിരിക്കും. இப்படி வந்தவர்கள் பணத்தை தான் கொடுத்தார்கள். ഇങ്ങനെ വന്ന ആളുകൾ പണം മാത്രമേ കൊടുത്തുള്ളൂ. പണപ്പെരുമൈ, കുലപ്പെരുമൈ, മനിത പെരുമൈ മാത്രം കാണിപ്പിத்தார்கள். അതായത് അവരുടെ പണത്തിന്റെ പെരുമയും അവരുടെ കുല മഹിമയും അവരുടെ പത്രാസും ഒക്കെ കാണിച്ച് മാത്രം അവരിങ്ങനെ പൊക്കോണ്ട്. ഇവനുക്കായി വേണ്ടി ഭാരപ്പെട്ട് ചവിത്ത എന്ത ഒരു മനുഷ്യനും എന്ത ഒരു വിശ്വാസം அந்த സഭയിലെ ഇല്ല. അതായത് അവിടെ വന്ന ഒരു മനുഷ്യൻ പോലും അവന്റെ അവസ്ഥ കണ്ടിട്ട് ഹൃദയത്തിൽ ഒരു വേദന തോന്നിയിട്ട് ദൈവമേ ഇവനൊരു സൗഖ്യം കൊടുക്കണമെന്ന് ആരും പ്രാർത്ഥിച്ചില്ല. ശരി, അത് ഇരിക്കട്ടെ, അതങ്ങനെ നിൽക്കട്ടെ. ദൈവസഭയിലെ പാതിരിഷാപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ദൈവസഭയിലെ ആ പുരോഹിതന്മാര് പോലും ഇവന് വേണ്ടി ഒന്നും ചെയ്തില്ല. അവർക്ക് ഒന്നും വ്യാധി, രോഗങ്ങൾ, കഷ്ടങ്ങൾ, പ്രശ്നങ്ങൾ ഒന്നും മാറണ്ട.
അവർക്ക് ഈ ആളുകളൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് താല്പര്യം. അവർക്ക് പണമാ, അവർക്ക് കിട്ടേണ്ട പണം കിട്ടിക്കൊണ്ടേയിരിക്കണം, അവർക്ക് നല്ല വസതിയാകണം, അവർക്ക് സൗകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. പാവപ്പെട്ടവൻ പണക്കാരാകக்கூடாது, അതായത് പാവപ്പെട്ടവൻ ഒരിക്കലും നല്ലൊരു അവസ്ഥയിലേക്ക് എത്തപ്പെടും. நோய்வாய்ப்பட்டவൻ സുഖമാകக்கூடாது, രോഗമായിട്ടിരിക്കുന്നവൻ രോഗമായിട്ട് തന്നെ ഇരിക്കണം. இந்த മുടന്തനായ അമ്മയും അപ്പനും അവരോട് ജപിക്കണമെന്ന് சொன்னதில்ல. അതായത് ഇവന്റെ അപ്പനും അമ്മയും ഒരിക്കൽ പോലും ആരോടും ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് വന്ന വിശ്വാസികളും யாராகிலும் இந்த മുടന്തനുക്കാக ഒരുത്തൻ കൂടെ ജപിക്കല. അവിടെ ആരാധനയ്ക്ക് വരുന്ന ഒരു മനുഷ്യൻ പോലും ഈ മുടന്തന് വേണ്ടി ഒരു വാക്ക് പോലും தன்னுடைய போதகரிடம் சொல்லி ஐயா இவன் ஒரு வியாதிஸ்தன் சப்பானி முடந்தன் இவனுக்காக ஜெபம் பண்ணுவோம் நடக்க வைப்பார் இயேசுன்னு சொல்லல. അവിടെ പ്രസംഗിക്കാൻ വരുന്ന പുരോഹിതന്മാര് പോലും അവരുടെ അടുത്ത് പോലും ആരും പറഞ്ഞില്ല, അല്ലയോ പുരോഹിത അല്ലെങ്കിൽ പാസ്റ്ററെ ഈ പയ്യന് വേണ്ടി ഈ ചെറുപ്പക്കാരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, അവനെ ഒന്ന് സൗഖ്യമാക്കണേ എന്ന് ആരും പറഞ്ഞില്ല. இந்த காலகட்டத்திலே பெந்தகோஸ்தல் சபையிலே அநேக ஸ்பிரிச்சுவல் சர்ச்சில் அது ஆவிக்குரிய சபைகளிலே எத்தனை வியாதிகளுக்கு, நோயாளிகளுக்கு, திக்கட்ட பிள்ளைகளுக்கு, விதவைகளுக்கு, ஏழை எளியவர்களுக்கு ஜெபிக்கிறார்கள். அவருடைய வாழ்க்கை தலைகீழாக മാറുகிறது. അതായത് നമ്മുടെ വേർപെട്ട ദൈവസഭകളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ദൈവസഭകളിൽ എത്രയോ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവര് സൗഖ്യമായി അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ തന്നെ മാറി അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുകയും ചെയ്യുന്നു. വിശ്വാസികൾ அதை മുൻമാതിരിயாக இருக்கிறார்கள். വിശ്വാസികളൊക്കെ ഇന്നത്തെ അവസ്ഥയിൽ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ പൊക്കൊണ്ടിരിക്കുക. വിശ്വാസത്തിൽ ഇരിക്കുന്ന ആളുകളുടെ ഇടയിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കൂ. അതായത് സുവിശേഷ വേല ചെയ്യുന്ന, കർത്താവിന്റെ വേല ചെയ്യുന്ന അനേകർ മറ്റു പലരുടെയും വിടുതലിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് ഇന്ന് സഭയിൽ ഉണർവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സഭകളിലെ എല്ലാ സഭകളിലും ഉപവാസം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പല സഭകളിലും അനേക സഭകളിൽ ഇന്ന് ഉപവാസം എടുത്ത് ദൈവജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. அப்போஸ்தலர் 3-ാം അധികാരത്തിലെ பார்க்கும்போது யாராவது ഉപവാസം എടുത്താലും ஒருத்தன் கூட இல்ல. അതായത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം നമ്മൾ നോക്കിയാൽ ഈ ദേവാലയത്തിലേക്ക് പോകുന്ന ആരും ആത്മാർത്ഥമായിട്ട് ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തതായിട്ട് നമുക്ക് കാണുന്നില്ല. இந்த காலகட்டத்தில் பெந்தகோஸ்தே ஆவிக்குரிய சபைகளிலே உபவாச கூட்டம் நடக்கிறது, இரவு விடுப்பு ஜெபம் நடக்கிறது, காத்திருப்பு ஜெபம் நடக்கிறது, நல்ல பிரசங்கிமார்களை கொண்டு 3 நாள் 4 நாள் 2 நாள் கன்வென்ஷன் கூட்டங்கள் நற்செய்தி கூட நடக்கிறது. ஆகவே ஜெபத்தை கேட்கிறார், கர்த்தர் அற்புதம் செய்கிறார். അതായത് ഇന്നത്തെ നമ്മുടെ സഭകളിൽ രാവും പകലും ഒക്കെ ഇരുന്ന് മുഴുരാത്രി പ്രാർത്ഥനകളും ഉപവാസ പ്രാർത്ഥനകളും 2-3 ദിവസം കൂടുന്ന കൺവെൻഷനുകളും അതുപോലെ കാത്തിരിപ്പ് യോഗങ്ങളും ഒക്കെ നടത്തി ഒരുപാട് വിടുതലുകൾ പ്രാപിച്ച സ്തോത്രം ദൈവമക്കളാണ് ഇവിടെയുള്ളതും അതുപോലെ നമ്മുടെ സഭകളിലുള്ളതും. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ കയ്യിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഇന്ത്യ പെന്തക്കോസ്തൽ സഭയിലെ ഈ സഭയിലെ இப்படி பல காரியங்கள் நன்மை நடக்கிறதுனால இத்தனை பேர் இந்த கூடுகைக்கு வந்திருக்கீங்க. അതായത് ഇത്രയും പേര് ഇവിടെ കൂടാൻ കാരണം നമ്മുടെ സഭകളിലൊക്കെ ദൈവം ചെയ്ത അത്ഭുതങ്ങളും വിടുതലുകളും കാരണമാണ്. அதுக்கு வழிகாட்டாய் இருக்கிற தேவதாசன் போதகர், അതായത് അതിന് വഴികാട്ടുന്ന ദൈവദാസന്മാരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസ്നേഹം കൊണ്ട് വരുന്ന മക്കളോട് കൂടെ പേശും പൊഴുത് അത്ഭുതം നടക്കും. അതായത് ദൈവസ്നേഹത്തിൽ ദൈവമക്കളും ദൈവദാസനും ഒന്നിച്ച് ചേർന്നിരുന്ന് സ്തോത്രം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കും. അൻപ് ഇല്ലാത്തവൻ ആത്മാവിലെ ചത്തുപോണവൻ, അതായത് സ്നേഹമില്ലാത്തവൻ ആത്മാവിൽ മരിച്ചവനാ, അവൻ ആത്മാവില്ലാത്തവനാണ്. അൻപ് സകല പാപങ്ങളെയും മൂടും, സ്നേഹം സകല പാപങ്ങളെയും മറയ്ക്കുന്നതാണ്. ദൈവസ്നേഹം നമ്മോടത്തിൽ വരുമ്പൊഴുത് എന്ത് പ്രശ്നങ്ങൾ എന്നാലും ഇത് മാറിപ്പോകും. അതായത് സ്നേഹമുണ്ടെങ്കിൽ ഏത് പ്രശ്നങ്ങളും മാറി അവിടെ സമാധാനം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരേ ഒരു പാട്ട് ഞാൻ പാടാം. ഒരു പാട്ടൂടെ പാടുകയാണ്. നീർ എന്നെ തേടി, ഹല്ലേലൂയ, നീ എന്നെ തേടി വരാതിരുന്നാൽ. ഹല്ലേലൂയ. തമിഴിലെ മനോഹരമായ ഒരു ഗാനമാണ് നീരെന്നെ തേടി വരാതിരുന്നാൽ. അതായത് അതിന്റെ അർത്ഥം, നീ എന്നെ തേടി വരാതിരുന്നാൽ ഞാൻ എന്നേ മരിച്ചുപോയേനെ. നിന്റെ സ്നേഹം എന്നിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇല്ലാതെ തന്നെ ഇവിടുന്ന് അഴുകി തീർന്നു പോയേനെ. ആ അർത്ഥം വരുന്ന മനോഹരമായ ഒരു ഗാനമാണ് അടുത്തതായിട്ട് ആലപിക്കുന്നത്. പിന്നെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് പിന്നെ വേറൊരു മകൾ ഒരു പാട്ട് പാടും. அது பின்னையும் நான் நல்ல உங்களுக்காக என்னுடைய சாட்சியத்தை நான் சொல்லி முடிப்பேன். பிரைஸ் லார்ட். சமயம் 9:30 வரை இல்லை. பிரைஸ் லார்ட். நீர் என்னை தேடி வராதிருந்தா நான் என்றோ மரித்திருப்பேன். உம் கிருபை
என்னில் தராதிருந்தா நான் என்றோ அழிந்திருப்பேன். என் தேவா, என் ராஜா, உம் கிருபை போதுமே. கையடிச்சா எஸ் எஸ்
தெரிந்த தெய்வம், உலக தோற்றத்துக்கு முன்னாலே நம்மை தெரிந்துவிட்ட தெய்வம் நம்மை மறக்க மாட்டார். தாயின் தகப்பன நம்ம மறக்கலாம், சகோதரன் சகோதரி எல்லாம் மறக்கலாம், உற்றார் பெற்றார் நம்மை மறக்கலாம், உறவினர் நண்பர்கள் என்னை மறக்கலாம். நம்மை இயேசு ஒருபோதும் மறக்க மாட்டார். ഇതുവരെയും അനുഗ്രഹിക്കപ്പെട്ട ആത്മീയഗീതങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. ലോകപ്രസിദ്ധ ക്രിസ്തീയ ഗായകൻ തഞ്ചാവൂർ ജെയിംസ് അവരുടെ അനുഗ്രഹീതമേറിയ അഭിഷിക്തന്റെ ആത്മീയ ഗീതങ്ങൾ കേൾപ്പാൻ എഴുപന്താനം ദേശത്തിന് ഭാഗ്യമുണ്ടായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് പ്രകാരം നല്ലൊരു അവസരം നമുക്ക് നൽകിയത് ഓർത്ത് വിശുദ്ധ കരമുയർ ദൈവത്തെ സ്തുതിച്ചാണ്. ലോകത്തിന്റെ 5 വൻകരകളിൽ കെ എബ്രഹാമിന്റെ സുപ്രസിദ്ധമായ ടീമിൽ വർഷങ്ങൾ ദേവദാസൻ പാടിക്കൊണ്ടിരുന്ന കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ലോകത്തിന്റെ എമ്പാടും കർത്താവിനെ ഉയർത്തുന്ന അഭിഷക്തനാണ്. ഇന്ന് നമ്മുടെ ദേശത്ത് വന്ന് പാടുവാൻ ദൈവം തന്റെ ദാസനെ ബലപ്പെടുത്തിയതോർത്ത് കരങ്ങൾ ഉയർത്തി യേശു കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് പ്രകാരം ക്രമീകരിച്ചപ്പോൾ അതായത് ഞങ്ങൾ ദൈവസഭയിലെ അഭിപ്രായം പ്രിയ ഹരിചേട്ടനും പ്രിയ ആന്റിയും പറഞ്ഞപ്പോൾ അവർക്ക് ഏറ്റവും അടുത്ത ഒരു ദൈവദാസനാണ് പ്രിയ തഞ്ചാവൂർ ജെയിംസ് പാസ്റ്റർ അവറുകൾ. ഞങ്ങളുടെ സഭയിൽ പുതുതായിട്ട് കടന്നു വന്നൊരു കുടുംബമാണ്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ മീറ്റിംഗ് പറഞ്ഞു വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് മീറ്റിംഗ് ക്രമീകരിക്കാൻ ഇടയായത്. ഞങ്ങൾ നമ്മുടെ പ്രിയ ശിവ പാസ്റ്ററുമായിട്ട് ഈ കാര്യങ്ങൾ ശിവ കുറച്ചാൽ ദേവദാസനുമായിട്ട് സംസാരിച്ചു. അങ്ങനെ 2 ദിവസത്തെ മീറ്റിംഗ് ആയിട്ട് ഇവിടെ ക്രമീകരിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കി. നാളെ കർത്താവ് പ്രസിദ്ധനായ ശിവ പാസ്റ്റർ ഷിബു കുറച്ചാൽ ദൈവജനം ശുശ്രൂഷിക്കും. ടീം നാളെ ഇവിടെ അനുഗ്രഹിക്കുന്ന ആത്മീയ ഗീതങ്ങൾ പാടും. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ നല്ല ആത്മീയ ശുശ്രൂഷകൾ നൽകിയതോർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമുക്ക് അറിയാം ഇവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചതിന് പിന്നിൽ വളരെ ഭാരിച്ച സാമ്പത്തിക ചിലവുണ്ട്. കർത്താവ് നല്ല ഭംഗിയായ നിലയിൽ ഇവിടെ 2 കീബോർഡ് വെച്ചാണ് ദേവദാസൻ പ്രിയ ദിനോഷ് വായിക്കുന്നത്. എല്ലാം നമ്മുടെ വേവിച്ചാലൊക്കെ പറഞ്ഞാൽ ഏറ്റവും നല്ല മൈക്ക് സിസ്റ്റം ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവര്, അതുപോലെ തന്നെ നമ്മുടെ വേവിച്ചാൽ കേരളത്തിൽ അറിയപ്പെടുന്ന തകിൽ വായിക്കുന്ന തകിൽ വിദ്വാനാണ്. അതുപോലെ എല്ലാവരും പ്രൊഫഷണൽ ആളുകളാണ് ഇവിടെ പാടുകയും വായിക്കുകയും ചെയ്യുന്നത്. അതെല്ലാം ഓർത്ത് കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഈ സുവിശേഷ മഹായോഗം ഇന്നും നാളെ നടക്കുകയാണ്. ഇതിന്റെ ചെലവിലേക്ക് ഒരു സാമ്പത്തികമായ കൂട്ടായ്മ സ്തോത്ര വഴിപാട് അർപ്പിക്കുവാനുള്ളൊരു സമയം ഇവിടെ നമ്മൾ വേർതിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ സഭയിലെ സ്തോത്രം പ്രിയ പൈതല്
ഖാദറൻ സാബു മുന്നോട്ട് പ്രിയ ഇതിൽ കടന്നു വന്ന ഒരു ആത്മീയ ഗീതം ഇപ്പോൾ നമുക്ക് വേണ്ടി പാടും. ആ സമയത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു. അമർത്തിക്കൽ അത് കുലുക്കി കവിയുന്നുള്ള ഒരു അളവ് യേശു കർത്താവ് മടക്കി തരും. ഈ ലോകത്തിലും യേശു മടങ്ങി വരുമ്പോൾ യേശുവിന്റെ രാജ്യത്തിലും പ്രതിഫലം തരും. ഒരാത്മാവ് രക്ഷിക്കപ്പെട്ടാൽ അതിന് പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രിയ പൈതൽ മുന്നോട്ട് കടന്നു വന്ന് ഇപ്പോൾ ആത്മീയഗീതം ആലപിക്കും. ഇപ്പോൾ ഓഫറിംഗ് നമുക്ക് കളക്ട് ചെയ്യും. സ്തോത്രം കഴിച്ച് എടുക്കാം. അതിന് അതേ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ട മുന്നോട്ട് വന്ന് നമുക്ക് ആവുന്നൊരു നല്ല ഓഫറിങ് ഇതിനു വേണ്ടി അർപ്പിക്കണം. ഇതിന് സമിതി വളരെ പാലിച്ച ചിലവുണ്ട്. സാധാരണ ഒരു സ്തോത്ര കാഴ്ച ഇടുന്ന നല്ലൊരു സ്പെഷ്യൽ സ്തോത്ര കാഴ്ച അർപ്പിച്ച് ഇത് സഹകരിക്കുക. കർത്താവിനെ ഇവിടെ താമസിക്കുക. നല്ല മീറ്റിംഗ് ഇതുപോലെ നമ്മളിവിടെ അതെ സംഘടിപ്പിക്കുന്ന ഈ സ്ഥലം കല്ലുകുഴിയിലെ ഭവനം നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അവർ പറഞ്ഞ് ഈ മീറ്റിംഗ് ഇവിടെ നടത്തുന്ന ഞങ്ങൾക്ക് അനുഗ്രഹമാണെന്നാണ്. ദൈവം അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവകരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. രാജാതിരാജാവും നീ, ആരിലും ആരാധ്യൻ നീ, രാജാതിരാജാവും നീ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയ
അപ്പൊ ഇതിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മഗീതം പാടിയല്ലോ. പ്രിയമുള്ള ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്ര വഴിപാടിന് വേണ്ടി സമാപനമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഈ സ്ഥലം ഇപ്രകാരം കരുവഴിയിലെ ഭവനം അനുവദിച്ചു തന്നു. ഇവിടെ ഞങ്ങൾ ഇത് വൃത്തിയാക്കാനായിട്ട് വന്ന സമയത്ത് നമ്മുടെ പറപ്പയിലെ പ്രിയ ജെയിംസ് ചാനും പ്രിയ മിനിയാരും ഞങ്ങളോട് ചേർന്ന ഇക്കാര്യത്തിന് എല്ലാ കൈത്താങ്ങലും നൽകി തന്നു. സ്തോത്രം. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ ദൈവമക്കളും ഇതിനുവേണ്ടി ഒരുമിച്ച് അധ്വാനിപ്പാനൊക്കെ ദൈവയിടയാക്കി. പ്രിയ ഹരിചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി രാപകൽ അധ്വാനിക്കുകയായിരുന്നു. ദൈവദാസനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കരമുയർത്ത ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ. തുടർന്ന് സ്തോത്രം തഞ്ചാവൂർ വില്യംസ് പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യവും അതോടെ തന്നെ ആത്മീയഗീതവും നമുക്ക് വേണ്ടി വീണ്ടും ദേവദാസൻ ആലപിക്കും. പ്രസംഗ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ സമയം എടുക്കുന്നില്ല. കാരണം വചന പാട്ടുകളിലൂടെ അനേകം രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയാം, എന്നോട് ഇവിടെ വചനം കുമ്മനാട് സെമിനാരിൽ പഠിച്ചിട്ടുള്ള പലരും പാട്ടിന്റെ വരി കേട്ട് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ നിലയിൽ സമയം വർദ്ധിക്കും. ദൈവദാസൻ അനുഭവ സാക്ഷ്യമായിട്ടും ആത്മീയഗീതമായിട്ട് തുടർന്നും സമയം നമുക്ക് വേണ്ടി വർദ്ധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. பக்கத்தில் உள்ளவங்க கை பிடிச்சு கர்த்தர் உங்களை ஆசீர்வதிப்பார் சொல்லுவோமா? അടുത്തിരിക്കുന്നവരുടെ കരം പിടിച്ചിട്ട് കർത്താവ് നിന്നെ അനുഗ്രഹിക്കും എന്ന് പറയാം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ആശീർവദിപ്പാർ. ഇത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈത്തട്ടി ആണ്ടവരെ മഹിമപ്പെടുത്തുவோம். കരങ്ങളടിച്ച് ഹല്ലേലൂയ. 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 அப்போஸ்தலர் 3ஆம் அதிகாரத்திலே அதனுடைய முதலாம் வசனத்தை நாம் வாசித்தோம். ஒரு உடன்படிக்கை குறித்து வாசித்தோம். അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ ദേവാലയ ഗോപുരത്തിൽ ഇരുന്ന മുടന്തനെ പറ്റിയാണ് നാം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തത്. தமிழில் எப்படி சொல்லுகிறது? அது அலங்கார வாசல். തമിഴിൽ അത് അലങ്കാര വാതിൽ എന്നാണ് പറയുന്നത്. அலங்கார வாசல் சொன்னா அலங்காரமான, അതായത് എപ്പോഴും അലങ്കരിച്ച് മനോഹരമാക്കിയിട്ടിരിക്കുന്ന ഒരു വാതിൽ. யாரெல்லாம் போவாங்க தெரியுமா? അവിടെ ആരൊക്കെ പോകുമെന്നറിയാമോ? பியூட்டிஃபுல், സുന്ദരമായ, വണ്ടർഫുൾ, മനോഹരമായ, കളർഫുൾ, കളർ വളരെ എന്താ പറയാ നിറങ്ങളുള്ള, ലോകത്തിലുള്ളതാണ് കളർഫുൾ, ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ. നീங்களும் ലോകത്തിലുള്ളതെല്ലാം വളരെ കളർഫുൾ ആണ്, മനോഹരമായ, സുന്ദരമാണ്. உலக மக்கள் നമ്മളെ பார்த்து கேக்குறாங்க, നാട്ടിലുള്ള ആളുകൾ, ലോക മനുഷ്യർ നമ്മളെ കുറിച്ച് ചോദിക്കാറുണ്ട്, நீங்க எந்த கடையில அரிசி வாங்கி சாப்பிடுறீங்க? നീ ഏത് കടയിൽ നിന്നാണ് അരി വാങ്ങി കഴിക്കുന്നത്? ആളെ பார்த்தா அந்த கவலெல்லாம் அப்படி അതെ, കവളൊക്കെ ഇങ്ങനെ ചാടി നല്ല ചുവന്ന് തുടുത്ത് സുന്ദരമായി ഇരിക്കും. அப்ப நீங்க எந்த கடையில இப்படி வாங்கி നീ சாப்பிடுறீங்க? ഏത് കടയിലാണ് ദിവസവും ഈ ഭക്ഷണം ഉണ്ടാക്കാൻ അരി വാങ്ങി കഴിക്കുന്നത്? நீங்கள் போடுகிற உடுப்பு Dress எந்த கடையில சோப்பு வாங்கி போடுறீங்க? നിങ്ങൾ അലക്കുന്ന ഡ്രസ്സ് ഏത് കമ്പനിയുടെ സോപ്പ് കൊണ്ടാണ് അലക്കുന്നത്? இவ்வளவு ஒயிட்டா இருக்குது. നല്ല തിളങ്ങി നിൽക്കുന്ന വെള്ള കളർ. ஒரு நாளைக்கு சில பேர் 2 Dress போடுறாங்க. ചിലര് രാവിലെ ഒന്നും പിന്നെ ഉച്ച കഴിയുമ്പോ വേറൊന്നും ഇടാറുണ്ട്. அவ்வளவு ஆசீர்வதிக்கப்பட்டிருக்காங்க. അത്രയ്ക്ക് നീ ഭയങ്കര സംഭവമാണോന്നാ ചോദിക്കുന്നത്. உலக மக்கள் எல்லாம் நம்மளை பார்த்து ஆச்சரியப்படுகிறார்கள். അതായത് ലോക ജനം നമ്മെ നോക്കി ആശ്ചര്യപ്പെടുമ്പോൾ, நம்முடைய முகத்தை பார்த்து ஆச்சரியப்படுகிறார்கள். നമ്മുടെ മുഖം നോക്കി ആശ്ചര്യപ്പെടുമ്പോൾ, பட்டினியும் பசியிலும் கிடந்து வாடிக்கொண்டு கஷ்டப்பட்டு கொண்டிருந்த வேளையில நம்முடைய சரீரம் சீரிச்சு போய் இழைத்து போயிருந்தது. ஆனால் இப்பொழுது ஜனங்களை பார்த்து நீங்கள் கொளுத்த கண்டுகளை போல இருக்கிறீங்க சொல்றாங்க. അതായത് ഒരു കാലത്ത് പട്ടിണിയും പരിവട്ടവും വേണ്ടത്ര ആഹാരമോ സൗകര്യങ്ങളോ പാർപ്പിടമോ ഒന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് ഭാരപ്പെട്ടിരുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം നമ്മെ ഇത്രത്തോളം അനുഗ്രഹിച്ചതോർത്ത് ജനങ്ങൾ ആശ്ചര്യപ്പെടുகிறார்கள். അതായത് അത് കണ്ടിട്ടാണ് ആളുകൾ അത്ഭുതപ്പെടുകയാണ്, എന്താണ് ഇവർക്കുണ്ടായ മാറ്റം. சில பேர் வந்து பேசுறாங்க, என்ன நீங்க ஏன் இப்படி இருக்கிறீங்க? അതാ ചിലരൊന്ന് ചോദിക്കാറുണ്ട്, എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്, എന്താണ് ഇതിന്റെ കാരണം? ജീവിതം വേറെ അല്ല. മുന്നേ ഇങ്ങനെയൊന്നും അല്ലല്ലോ നിങ്ങൾ നടന്നത്. വെള്ളമൊക്കെ അടിച്ച് മൂസായി റോഡിലൊക്കെ കിടന്നില്ലേ?
ആ പിന്നെ അതുപോലെ തന്നെ പുകയില, വീടി, സിഗരറ്റ് എന്ന് വേണ്ട ഇല്ലാത്ത പരിപാടി ഒന്നും ഇല്ലായിരുന്നല്ലോ. ചാരാവെള്ളം ആ കുടിച്ചിங்க. പിന്നെ ചാരായ കുടിച്ച് എത്രയോ തവണ എന്തെല്ലാം പ്രശ്നത്തിൽപ്പെട്ടിട്ടുണ്ട്. அங்கெல்லாம் ரோட்டில எல்லாம் கிடந்தீங்க. പിന്നെ റോഡിൽ കിടന്ന് എത്ര സമയത്ത് നമ്മൾ പൊക്കിയിട്ടുണ്ട്. இப்படி உள்ள மனுஷர்களுக்கு இன்னைக்கு நீங்க ആ சுவிசேஷம் சொல்றீங்க. അങ്ങനെ ഇരുന്ന മനുഷ്യരോടാണ് അല്ലേ ആ മനുഷ്യർ ഇന്ന് എന്ത് ചെയ്യാ കർത്താവിന്റെ വചനം പ്രസംഗിക്കും. இன்றைக்கு எப்படி சொல்லுகிறீர்கள்? இப்படிப்பட்ட மனுஷர்கள் குடியிலும் வெறியிலும் வேச விபச்சாரத்திலும் பாவத்திலும் சாபத்திலும் ஒளியான சேற்றிலும் மூழ்கி கிடந்த மக்களுக்கு நீங்கள் புத்தி சொல்லி சுவிசேஷம் சொல்லி പരത്തിற்கு ആൾ ചേർக்கிறீர்கள். അതായത് അങ്ങനെയൊക്കെ ജീവിതത്തിൽ പരാജയപ്പെട്ട് മദ്യപിച്ച് ലക്കുകെട്ട് കുടുംബത്തിൽ സമാധാനമില്ലാതെ അടിയും പിടിയൊക്കെ ആയിട്ട് നടന്ന ആളുകൾ ഇന്ന് അവരുടെ രൂപവും ഭാവവും വേഷവും ഒക്കെ മാറിയിട്ട് ഇന്ന് പരലോകത്തിലേക്ക് ആളെ ചേർക്കുന്ന, അതായത് സ്വർഗത്തിലേക്കുള്ള വാതിൽ കാണിച്ചു കൊടുക്കുന്ന സുവിശേഷകരായി മാറിയത് എത്ര വലിയ അത്ഭുതമാണെന്ന് അറിയാമോ? അതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. வாழ்க்கை ஒரு வித்தியாசமான வாழ்க்கை. അതായത് നമ്മുടെ ജീവിതം ഒരു വ്യത്യാസമായ ജീവിതമാണ്. ഓ ദൈവത്തിന്റെ വചനങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ നാവുകളിൽ നമ്മുടെ നാളേജിൽ വന്നതിനാലേ നാം പുതിയതാക്കപ്പെട്ടിരിக்கிறோം. അതായത് ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ, നമ്മുടെ നാഡീചരമ്പുകളിലേക്ക് അത് കടന്നപ്പോൾ, നമ്മുടെ തലച്ചോറിലേക്ക് ഹൃദയത്തിലേക്ക് അത് എത്തിയപ്പോൾ നമ്മൾ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറി. ഒരുവൻ ക്രിസ്തുവിലിരുന്ന പഴവുകളെല്ലാം ഒളിഞ്ഞു പോയി, എല്ലാം പുതിയതായി. അതായത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിരുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലവും പുതുതായി തീർന്നു. പഴയ രാമദാസൻ ചെത്തുപോണ പഴയ രാമദാസ് എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം മരിച്ചുപോയി. இன்னைக்கு வில்லியம்ஸ் சொல்லுகிற தேவதாசனாய் ഇന്ന് പാസ്റ്റർ തഞ്ചാവൂർ വില്യംസ് എന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. கையடிச்சு ദൈവത്തെ മഹത്വപ്പെടുത്താം. ஹல்லேலூயா ഹല്ലേലൂയ, ஹல்லேலூயா. ഹല്ലേലൂയ. பேதுருவும் யோவானும் தேவ ஆலயத்துக்கு சரியாக 9 மணிக்கு வந்தார்கள். അതായത് ദൈവദാസനായ പത്രോസും യോഹന്നാനും കൃത്യസമയത്ത് 9 മണിക്ക് ദേവാലയത്തിലേക്ക് നടന്നു. இந்த பேதுருவையும் யோவானை பார்த்துட்டு இந்த முடந்தனாയ இவரும் தாய் தகப்பனும் பார்த்தார்கள். അതായത് ഇവരങ്ങോട്ട് ദേവാലയത്തിലേക്ക് പോകുന്ന കണ്ടപ്പോ ഇവന്റെ അപ്പനും അമ്മയൊക്കെ കണ്ടു കാണും. പിന്നെ അവിടെ ഇരുന്ന മുടന്തനായ ആ ഭിക്ഷക്കാരനും കണ്ടു. இந்த பேதுருவும் யோவானும் ആ ദൈവദാസനായ പ്രസംഗകനായ യോഹന്നാനും മുടന്തനക്കിட்ட வந்து മുടന്തന്റെ അടുത്തേക്ക് വന്ന് ഇവൻകിட்ட என்ன സംഭവം இருக்குது ഇവൻ എന്താ പരിപാടി എന്നൊന്ന് നോക്കി. ഉറ്റു பார்த்தாங்க. അവന്റെ കാലിന്റെ മുട്ട് നോക്കി. ഉറ്റു பார்த்தாங்க. അവനെ ഒന്ന് സൂക്ഷ്മമായിട്ട് രൂക്ഷമായിട്ട് നോക്കി. அப்போ அந்த മുടന്തൻ ആ മുടന്തൻ ഇവங்க கிட்ட ஏதோ நமக்கு ലക്കി ചാൻസ് അതെ അവനപ്പോ ചിന്തിച്ചു, ഇവരടുത്ത് വന്നൊക്കെ നിൽക്കുന്ന കണ്ടപ്പം ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടുമെന്നാ അതാ ഏതോ ഇതുവരെ കിട്ടിയതിനേക്കാൾ വലിയൊരു ഭിക്ഷ ഇത് കിട്ടുമെന്നുള്ള ആഗ്രഹത്തോടാണ് അവരെ നോക്കിയത്. അതിന് പത്രോസും യോഹന്നാനും പറഞ്ഞു, നീ നോക്കുന്ന പോലൊന്നും അല്ല ഞങ്ങള്, ഞങ്ങളെ ഏതാണ്ട് ഉണ്ടെന്ന് ഓർത്തിട്ടാണ് നീ ഞങ്ങളെ നോക്കുന്നത്. ഒന്നും വെള്ളിയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, എന്നാ ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ നടക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ നിന്നെ എഴുന്നേറ്റ് നടത്തുകയാണ്. നമുക്ക് പണമോ യേശുവിന്റെ സുവിശേഷം ചൊല്ലത്തിற்கு പണം தேவையில்ல. முதலாவது தேவனுடைய ராஜ்யத்தையும் அவருடைய நீதியையும் தேடுங்கள், இவைகள் எல்லாம் உங்களுக்கு. അതായത് സുവിശേഷം അറിയിക്കാൻ നമുക്ക് പണമൊന്നും ആവശ്യമില്ല. അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ നടന്നാൽ തീർച്ചയായിട്ടും അതിനായിട്ട് ശ്രമിച്ചാൽ നമ്മെ ദൈവം ശക്തരാക്കി മാറ്റും. താനാக വരും. അതായത് നമ്മൾ ആ പാതയിൽ പിന്തുടരുന്നുവെങ്കിൽ തീർച്ചയായും നമ്മോട് പലരും ചേർന്ന് വരും. ഉലകപ്രകാരം മനുഷ്യരുടെ ആണ്ടവർ சொல்லுவார், ഉലകപ്രകാരം ജീവിത അതായത് ലോകപ്രകാരം നടക്കുന്ന മനുഷ്യനോട് ദൈവം തന്നെ പറയും, എന്റെ ദൈവ പൈതലായ വ്യക്തി അല്ലെങ്കിൽ ദൈവദാസനുണ്ട്, നീ അവന്റെ അടുത്തേക്ക് പോകും. ബിജോസ് എന്ന് പറഞ്ഞ പാസ്റ്റർ ഉണ്ട്, ഇവിടെ IPC അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. ഒത്തിരി അത്രയും കഷ്ടപ്പെട്ട ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ ചർച്ചൊക്കെ റെഡിയാക്കണം, വീട് കൂടെ നല്ല വീട് പോലും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോ ഒരു പണമുള്ള മനുഷ്യൻ, അതായത് രക്ഷിക്കപ്പെടാത്തവൻ, ജീവിത ലോകപ്രകാരം നടക്കുന്ന ഒരു മനുഷ്യനോട് ഈ പണത്തെ നീ എടുത്തിട്ട് ദൈവദാസന്റെ കൈ കൊണ്ട് കൊട്, നീ ആസ്വദിക്കപ്പെടുവ,
നീ അനുഗ്രഹിക്കപ്പെടും. உன் வீட்டுல இருக்கிற பாவ சாப ரோகம் எல்லாம் மாறும். നിന്റെ വീട്ടിലെ പണം കൊണ്ട് നിനക്ക് സാധിക്കാത്ത എല്ലാ രോഗസൗഖ്യവും ദൈവം നിനക്ക് തരും. உனக்கு கர்த்தர் இப்படி செய்வார். ஆனா கர்த்தரை சார்ந்து வாழ்கின்ற உனக்கு வாழ்க்கை மிக பெரிதாக இருக்கும். അതായത് നീ ദൈവത്തോട് ചേർന്ന് കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ ശ്രമിച്ചാൽ നിന്റെ ജീവിതം നീ ചിന്തിക്കുന്നതിലൊക്കെ എത്രയോ അധികം അനുഗ്രഹകരമായി മാറും. அங்கோட்டு இங்கிட்டு நீ ஓடி போய் பணத்துக்கு அலைய வேண்டிய அவசியம் இல்லை. അതായത് നീ പണത്തിന് വേണ്ടി പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടി അലയേണ്ട ആവശ്യമില്ല. முதலாவது தேவனுடைய ஆலயத்துக்கு போ. അതായത് നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്ന് ദൈവത്തെ ആരാധിക്കുക. முழங்கால் படிட்டு ஆண்டவரோடு பேசு. ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലും മടക്കി ദൈവത്തോട് സംസാരിക്കുക. என் மகனை ரட்சித்துக் கொள்ளுங்க. എന്റെ മകൻ, ഞാൻ നിന്റെ മകനാ, നീ എന്നെ രക്ഷിക്കണമെന്ന് ദൈവത്തോട് പറയും. ரட்சித்துக் கொள்ளுங்க. അതായത് ഭർത്താവ് കള്ളുകുടിയനാണെങ്കിൽ